എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിരോഷിമ ദിന ക്വിസിനോടനുബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയി. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹോമി ജെ ഭാവ. ബോംബാക്രമണത്തിനു ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ബറാക് ഒബാമ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമായിരുന്നു? അമേരിക്ക. ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിൽ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്ന്? 1945 ഓഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച ദിവസം എന്നായിരുന്നു? 1945 ഓഗസ്റ്റ് 9. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത്? ഹിരോഷിമ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ആറ്റം ബോംബിന്റെ പിതാവ് ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേരെന്ത്? ഐക്യരാഷ്ട്ര സംഘടന. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിനു ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പം. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏത്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേരെന്ത്? ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം ഏത്? 1945 ജൂലൈ 16. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്ന്? 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? എനോല ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡിബറ്റ്സ്. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ പേരെന്ത്? പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? ബോസ്കർ. ഏതു തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബുകൾക്ക് ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നിങ്ങനെ പേരു നൽകിയ ഓപ്പൺഹൈമറുടെ ശിഷ്യൻ ആര്? റോബർട്ട് സെർബർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ക്യാപ്റ്റൻ മേജർ ചാൾസ് സ്വീനി.
ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അമേരിക്ക ആദ്യം ആറ്റം ബോംബിട്ടത്? ഹിരോഷിമ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആര്? സഡാക്കോ സസക്കി. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്ത്? മാൻഹട്ടൻ പ്രോജക്റ്റ്. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഹിരോഷിമ. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? എലീനർ കോയർ. ഇന്ത്യയിലെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം ഏത്? പൊക്രാൻ, രാജസ്ഥാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത്? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാര്? എഡ്വേർഡ് ടെല്ലർ. ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ആര്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.